Assalamualaikum. Welcome back to ZAIN's Wonder World. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്റ്റഫ്ഡ് ചിക്കൻ ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, എൻ്റെ ചാനലായ ZAIN's Wonder World നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 3 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അതിലേക്കുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് ഞാൻ അപ്പോൾ പറയാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് ചിക്കൻ. ഇത് ഇങ്ങനെ വരഞ്ഞു കൊടുത്തതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില, കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി, 1 ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതെല്ലാം ആദ്യം മിക്സിയിലേക്കിട്ട്, മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്കിട്ട് അരച്ചെടുക്കണം. ഇതെല്ലാം അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ മസാല ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ ഓരോ ഭാഗത്തും ഉള്ളിലും എല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കുക. മാരിനേറ്റ് ചെയ്ത ചിക്കന് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കണം. നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മസാല ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ച് ഒരു 3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെയ്യാൻ ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കലാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണിത്, 1 സ്പൂൺ കശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില, കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തതാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, വെളിച്ചെണ്ണ. സ്പൈസസ് എല്ലാം വളരെ കുറച്ച് മതി. കാരണം എല്ലാ സ്റ്റേജിലും ഇതെല്ലാം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഓരോ സ്റ്റെപ്പിലേക്കും ആവശ്യമായ ഫ്ലേവറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പാത്രം ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് വഴന്നു വരുമ്പോൾ സ്പൈസസും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഫില്ലിങ്ങിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി.
ഇനി സ്പൈസസ് ചേർക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും. അവസാനം മല്ലിയിലയും ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചിക്കനിലേക്ക് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ്റെ ലിവറൊക്കെ ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇവിടെ കുട്ടികൾക്ക് ലിവറൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. ഇതിനുള്ളിലേക്ക് ഇതിന് കുറച്ച് ഫില്ലിങ് എടുത്ത് ഉള്ളിലേക്ക് നിറക്കാം. ഇനി ഒരു മുട്ടയും വെച്ച് കൊടുക്കാം. നന്നായി അമർത്തി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കാല് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് പോരും. ഇങ്ങനെ 2 ചിക്കനും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു മുട്ടയും വെച്ച് കൊടുത്ത് ഫില്ലിങ് കംപ്ലീറ്റ് ആക്കാം. ഇതുപോലെ ആക്കിയെടുക്കണം, അല്ല ഞാൻ ഫില്ലിങ് പുറത്തേക്ക് പോരും. കുറച്ച് ബാക്കിയായി, സാരമില്ല. ഇനി ഇത് ഒരു കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ അടിച്ചെടുക്കാം. വിസിൽ വന്നാൽ ഉടൻ അതിൻ്റെ ആവി പുറത്തേക്ക് കളയണം, അല്ലെങ്കിൽ ചിക്കൻ അതിൽ കിടന്ന് ഓവറായിട്ട് വെന്ത് പോവും. ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് 1/2 ഗ്ലാസ് വെള്ളം, ഞാൻ ഈ ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, അപ്പോൾ ഇത്ര വെള്ളം മതി. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവി ഇതുപോലെ പോകണം. പെട്ടെന്ന് തന്നെ ആവി കളഞ്ഞില്ലെങ്കിൽ ചിക്കന് ഓവറായിട്ട് വെന്ത് പോകും. ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ സ്റ്റോക്ക് കളയരുത്, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഈ ചിക്കൻ നമുക്ക് ഒരു ഫ്രൈ പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം ചൂടായാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, കാരണം ചിക്കൻ ഓൾറെഡി കുക്ക്ഡാണ്. ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഒരു ഗ്രേവി കൂടി തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ല എങ്കിൽ ഈ സ്റ്റേജോട് കൂടി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഞാൻ കുറച്ച് ഗ്രേവി കൂടി തയ്യാറാക്കി ചിക്കൻ അതിലിട്ട് വേവിക്കുന്ന കൂടിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം.
അപ്പോൾ ഇനി ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി ആവശ്യമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഗ്രേവിയോട് കൂടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞത്, 3 തക്കാളി, പിന്നെ 1 സ്പൂൺ കശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച്, 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇത് ഞങ്ങൾ ചിക്കൻ വേവിച്ചെടുത്ത ചിക്കൻ സ്റ്റോക്കാണിത്, അതും ആവശ്യമുണ്ട്. പിന്നെ ഡെക്കറേഷൻ ആവശ്യമായി കുറച്ച് അണ്ടിപ്പരിപ്പ്, കറിവേപ്പില, കുറച്ച് വലിയ ഉള്ളി, വെളിച്ചെണ്ണ, നെയ്യ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആദ്യം ഡെക്കറേഷന് ആവശ്യമായ അണ്ടിപ്പരിപ്പും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഓരോന്നായി വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ ഈ ഉള്ളി നമുക്ക് കോരിയെടുക്കാം. ഓവർ ഗോൾഡൻ കളറാവരുത്, ഇതേ രീതിയിൽ മതി. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. കാരണം 2 ചിക്കൻ ഉള്ളതുകൊണ്ട് ഗ്രേവി കൂടി വരുമ്പോൾ കുറച്ച് വലിയ പാത്രം വേണം. ഇതിലേക്ക് ചിക്കൻ പൊരിച്ച് വെച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് തന്നെ വേണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് അണ്ടിപ്പരിപ്പ് കറിവേപ്പിലയൊക്കെ പൊരിച്ചെടുത്ത എണ്ണയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടി ആവശ്യം തോന്നുന്നു. ഇനി ഇത് ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി വഴന്ന് വരട്ടെ. ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക്കൊക്കെ കുറേശ്ശെ ഇട്ടാൽ മതി. 3 എണ്ണത്തിലും 3 സ്റ്റേജിലേക്കും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. ഇനി ഇത് അത്യാവശ്യം വഴന്ന് വരട്ടെ. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി തന്നെ വേണമെങ്കിൽ നല്ല കളറുണ്ടാവുള്ളൂ. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് 3 ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായി വഴന്ന് വരട്ടെ. കുറച്ച് സമയം അടച്ചിട്ട് വേവിക്കാം. ഇതിലെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരുന്നവരെ അടച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് തക്കാളിയും ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. എല്ലാം ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർ
ഞാൻ ഈ ചിക്കൻ സ്റ്റോക്ക് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഗ്രേവിയുടെ ആവശ്യം വരില്ല. അഥവാ വേണ്ടവർക്ക് തേങ്ങാപ്പാലോ പച്ചവെള്ളമോ ഒഴിച്ച് കൊടുക്കാം. ഇത്ര മതി ഗ്രേവി, ഇത്രേ ആവശ്യമുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കുറുകട്ടെ. വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ച് കൊടുക്കണം. 2-3 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി പാകത്തിനായി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് തുറന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ അടിപൊളി സ്റ്റഫ്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. ഞാൻ മക്കളൊക്കെ ഇവിടെ നിന്ന് പൂജാ ഹോളിഡേയ്സ് തുടങ്ങിയില്ലേ, അപ്പോൾ വീട്ടിലുണ്ടായപ്പം തയ്യാറാക്കിയതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ഈ ഡിഷ് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് ആരിഫയാണ്. താങ്ക് യു ആരിഫ. അപ്പോൾ ഇനി പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.